വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് അശ്വതി രജത്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ചധികം സീരിയസ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് കുറച്ചൊന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഒരു 5-6 മാസം മുമ്പ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഡിപ്രഷനെ കുറിച്ച് സംസാരിക്കണോ അല്ല അതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു വീഡിയോ വേണോ വേണ്ടയോ എന്നുള്ളതിന്. അപ്പോൾ കുറച്ച് പേര് എന്നോട് അതിൽ പറഞ്ഞ കാര്യം, വേണ്ട ചേച്ചി സംസാരിക്കേണ്ട, കാരണം പേഴ്സണൽ കാര്യങ്ങളൊക്കെ നമ്മൾ പറയേണ്ടി വരും. ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും പറയണം, കാരണം ഇതിലൂടെ കടന്നു പോകുന്ന ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആകും എന്നുള്ളത്. സോ ഞാൻ ആക്ച്വലി ആ ഒരു സമയത്ത് വല്ലാതെ കൺഫ്യൂസ്ഡ് ആയി, ചെയ്യണോ വേണ്ടോ എന്നൊക്കെ വിചാരിച്ചു. പിന്നീട് പല കാരണങ്ങൾ കൊണ്ടും ആ വീഡിയോ സംഭവിച്ചില്ല. ഇപ്പോൾ ഈ അടുത്ത് എനിക്ക് അതിൻ്റെ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. എപ്പിസോഡ് എന്ന് പറയുന്നത് എന്താ പറയുക, ആ ഒരു സംഭവം നമ്മൾ വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യൂലേ, അതിനാണ് നമ്മൾ എപ്പിസോഡ്സ് എന്ന് പറയാം. സോ അത് കഴിഞ്ഞപ്പം എനിക്ക് തോന്നി ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം. ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും ഒരു ആശ്വാസമാവുന്ന എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല എന്നുള്ളത് എനിക്ക് ഇതിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കടന്നുപോയ ഒരാളെന്ന നിലയിൽ എനിക്കിത് മനസ്സിലാവും. സോ ആ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് കേട്ടോ. എനിക്കറിയാം ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ കുറച്ചു പേരെങ്കിലും എന്നെ ജഡ്ജ് ചെയ്യും. നീയെല്ലാം ഒരു അമ്മയാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. സോ എന്താണേലും വീഡിയോയിലേക്ക് കിടക്കാം. ഒരു കുട്ടി ഉണ്ടായതിനു ശേഷം അമ്മയ്ക്കുണ്ടാവുന്ന ഒരു എക്സ്ട്രീം മൂഡ് ഡിസോർഡർ എന്നൊക്കെ നമുക്കിതിനെ വിളിക്കാം. പക്ഷേ ഇതൊരു ബേബി ബ്ലൂസ് അല്ല. ബേബി ബ്ലൂസ് എന്ന് പറയുന്നത് ഒട്ടുമിക്ക അമ്മമാർ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ളതാണ്. ചിലവർ അത് റിയലൈസ് ചെയ്യുന്ന പോലും ഉണ്ടാവില്ല ഒരു കുട്ടി ഉണ്ടായതിനു ശേഷം. ദിസ് ഇസ് നോട്ട് ബേബി ബ്ലൂസ്. ഇത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സിവിയർ കേസാണ്. അതായത് ഒരു എക്സ്പേർട്ടിൻ്റെ സഹായം, ഒരു കെയറും അറ്റൻഷനും ആവശ്യമുള്ള ഒരു സംഭവമാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഒരിക്കൽ പോലും എൻ്റെ ജീവിതത്തിൽ അത് സംഭവിക്കൂ എന്നുള്ളത് സ്വപ്നത്തിൽ പോലും നമ്മൾ വിചാരിക്കാത്തൊരു സംഭവമായിരുന്നു. സോ ഞാൻ അതിനൊട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. ആ ഒരു കാര്യമാണ് എനിക്കിപ്പോൾ പേടിപ്പിക്കുന്നതല്ല കേട്ടോ. പ്രഗ്നൻസി എക്സ്പെക്ട് ചെയ്യുന്നവർക്കോ ഇല്ല പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്കോ ഓർ ജസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ടുള്ളവരോടോ എനിക്ക് പറയാനുള്ള കാര്യം അതാണ്. നമ്മളിതെല്ലാം പ്രതീക്ഷിച്ച് തന്നെ മുമ്പോട്ട് പോകുക. കാരണം ഇത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു സംഭവമല്ല, നമ്മുടെ കൈക്ക് അപ്പുറത്താണ്. അത് നമ്മുടെ എന്താ പറയുക, നമുക്കിതിലൊരു കൺട്രോളും ഉണ്ടാവാൻ സാധ്യത വളരെ കുറവുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് ഇതൊക്കെ ലൈഫിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സഡൻ ഷോക്ക് ഉണ്ടാവത്തില്ല. എൻ്റെ കാര്യത്തിൽ സംഭവിച്ചതാണ്. ഞാനിതൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പം ഇത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എൻ്റെ രണ്ടാമത്തെ ബേബി, അതായത് ചെറി ഉണ്ടായതിന് ശേഷമാണ്. സാധാരണ ഈ ഡോക്ടേഴ്സ് പറയുന്നത് ഇത് എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അതായത് നമ്മുടെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനൊക്കെ കുറച്ച് മാസങ്ങൾ, ചിലവർക്കൊരു 2 മാസം വരെ, ഇല്ലെങ്കിൽ ഒരു 3-4 മാസം വരെ, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പോകത്തില്ല. ഞാൻ കുറേ പേരുടെ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലൂടെ കടന്നു പോയിട്ടുള്ള ഒത്തിരി പേരോട് സംസാരിച്ചപ്പോഴും എല്ലാവരും ഒരു ഡെലിവറി കഴിഞ്ഞൊരു 6 മാസത്തിൻ്റെ ഉള്ളിൽ ഇതെല്ലാം തീർന്ന് ഫ്രീ ആയ ആൾക്കാരാണ്. പക്ഷെ എൻ്റെ കാര്യത്തിൽ ആ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് കുട്ടി ഉണ്ടായി 2 വർഷം വരെ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നു. ആ 2 വർഷത്തിന് ശേഷം ആ ഒരു ഡിപ്രഷൻ്റെ ചില സംഭവങ്ങളൊക്കെ ഇടയ്ക്കും വല്ലപ്പോഴൊക്കെ വന്ന് എത്തി നോക്കുന്ന പോലെ ഇപ്പോഴും അതെൻ്റെ കൂടെ തന്നെ ഉണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു സിംറ്റംസ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലോ. കൊച്ചുണ്ടായിട്ട് ആദ്യത്തെ ഒരു 2 മാസം വരെ എനിക്ക് വലിയ കാര്യമായ പ്രശ്നമൊന്നുമില്ല, നോർമൽ കാര്യങ്ങളൊക്കെ തന്നെയാണ് ജീവിതത്തിൽ നടന്നുകൊണ്ടിരുന്നത്. ഈ ഒരു 2 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ റിയലൈസ് ചെയ്ത് തുടങ്ങുവാണ്. അതായത് എനിക്ക് എൻ്റെ കൊച്ചുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഈ പ്രസവിച്ച് കിടക്കുന്ന സമയത്തെ നമ്മളിങ്ങനെ കിടക്കുമ്പോൾ കൊച്ചു നമ്മുടെ ഇവിടെ ഇത്ര ക്ലോസ് ആയിട്ടല്ല ഉണ്ടാവുക. എൻ്റെ കൊച്ചും ഞാനും എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ കിടക്കുവാണ്, കൊച്ച് കട്ടിലിൻ്റെ അങ്ങേയറ്റത്ത്, അവിടെയാണ് ഞാൻ കൊച്ചിനെ കിടത്തുന്നത്. ഞാൻ കൊച്ചിൻ്റെ അടുത്തോട്ട് പോയി കിടക്കത്തില്ല. പക്ഷെ കുറച്ച് ദിവസം കഴിയും തോറും അതെനിക്കങ്ങോട്ട് അത്ര നോർമലായിട്ട് തോന്നിയില്ല. അതായത് എത്രയായാലും നമ്മുടെ ബേബി, നമ്മളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ ഭൂമിയിലേക്ക് വന്ന ഒരു കൊച്ച്, ആ കൊച്ചിനെ ഞാൻ ഇത്രയും അകലത്തിലാണ് വെക്കുന്നത്. എനിക്ക് ആ കൊച്ചിൻ്റെ അടുത്ത് പോയി കിടക്കാനോ അതിൻ്റെ മണം അല്ലെങ്കിൽ അതിനെ ഒന്ന് കെട്ടിപ്പിടിക്കുക, ഉമ്മ വെക്കുക, ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം തന്നെ ഞാൻ കുറച്ചധികം വൈകിട്ടാണ് റിയലൈസ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ആരുമായിട്ട് ഡിസ്കസ് ചെയ്തൊന്നുമില്ല. ഓരോ ദിവസം കഴിയുന്തോറും ഇത് കുറച്ച് ഹാർഡായി തുടങ്ങി. അതായത് പയ്യെ എനിക്ക് കൊച്ചുമായിട്ട് തീരെ കണക്ട് ചെയ്യാൻ പറ്റാതെ, അതായത് കൊച്ചിന് നമ്മൾ സ്വാഭാവികമായിട്ടും ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യണമല്ലോ, എനിക്ക് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാൻ ഇഷ്ടമല്ലാതായി തുടങ്ങി.
അതായത് എനിക്ക് കൊച്ചു കരഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. കൊച്ചു കരയുമ്പോൾ ആ ശബ്ദം എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി തുടങ്ങി. എപ്പോഴും ആരോ റൂമിലേക്ക് വരുന്നതോ എനിക്ക് ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നത്, ആൾക്കാർ ഇൻ ദ സെൻസ് വീട്ടിലുള്ളവർ, എൻ്റെ ഹസ്ബൻഡ് അടക്കം ഉള്ളവരോട് സംസാരിക്കുന്നത് എനിക്ക് ഇറിറ്റേഷനായി തുടങ്ങി. നമ്മുടെ റൂമിൽ തന്നെ എപ്പോഴും കേർട്ടൻ ക്ലോസ് ചെയ്തിട്ട് എനിക്ക് എപ്പോഴും ഇരുട്ട് വേണം, എനിക്ക് വെട്ടം കാണുന്നത് ഇഷ്ടമല്ലാത്തത് തുടങ്ങി. പിന്നെ എന്തിനും ദേഷ്യം എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ദേഷ്യം. എപ്പോഴും ആ ബെഡിൽ തന്നെ. എനിക്കറിയാം നമ്മുടെ ഒരു ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു 3 മാസമൊക്കെ ബെഡ് റെസ്റ്റ് ഒക്കെ പറയുന്നതാണ്. പക്ഷേ അതും കഴിഞ്ഞും ഞാൻ ബെഡിൽ നിന്ന് അനങ്ങാതെ. നമ്മൾ മുലയൂട്ടുന്ന അമ്മമാർക്കറിയാം, നമുക്കിങ്ങനെ പാല് ലീക്കായി കഴിയുമ്പോഴൊക്കെ നമ്മുടെ ഡ്രസ്സിലൊക്കെ ആയി കഴിയുമ്പോൾ സ്മെല്ല് വന്നു തുടങ്ങും. സ്വാഭാവികമായിട്ടും നമ്മൾ മാത്രമല്ല, ഈ മുലയൂട്ടുന്ന അമ്മമാർ 2 നേരമൊക്കെ കുളിക്കണം എന്ന് പറയുന്നത് അതൊരു ബേസിക് ഹൈജീൻ്റെ ഭാഗമായിട്ട് അതൊക്കെ നമ്മൾ ചെയ്യും. ആരും പറഞ്ഞു തന്നിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ 4-5 ദിവസം വരെയൊക്കെ കുളിക്കാതെയായി. പല്ല് തേക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എന്തോ വലിയ പണി ചെയ്യും പോലെ ആയി തുടങ്ങി. ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ സംഭവിച്ചു തുടങ്ങി. ഞാൻ രഞ്ജുവിൻ്റെ വീട്ടിലായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ദിവസം അമ്മ എനിക്ക് നോൺ വെജ് ഉണ്ടാക്കിയപ്പോൾ എനിക്കിങ്ങനെ പാത്രത്തിൽ എടുത്ത് കൊണ്ടുതന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇതെന്താ ഫ്രൈ ആണ്, എനിക്ക് ഫ്രൈ വേണ്ട, എനിക്ക് കറി മതി എന്ന് പറഞ്ഞു. ഒന്ന് ഭയങ്കര ദേഷ്യപ്പെടുന്ന പോലെ, ഒരു പെട്ടെന്ന് അതിൻ്റെ ഒരു ആവശ്യമില്ലാത്തൊരു സംഭവം അങ്ങനെ ചെയ്തു. അമ്മ അപ്പം തന്നെ വേറെ കുക്ക് ചെയ്ത് എനിക്ക് കറിയാക്കി കൊണ്ടുതന്നു. കറി കൊണ്ടു തന്നപ്പോൾ ഞാൻ പറയുന്നത്, ഇതെന്താ കറിയാണ്, എനിക്ക് കറി ഇഷ്ടമല്ല. ഇത് സംഭവിക്കുന്ന കുറച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് കേട്ടോ. ഉറപ്പായിട്ടും അവരെന്ന് പറയുന്നത് നമ്മുടെ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്താണെന്നോ ഒന്നും ഒരു ഐഡിയയും കേട്ടിട്ടും പോലും ഇല്ലാത്തൊരു അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു. അപ്പം അവർക്കിത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവളെന്തിനാ ഈ ദേഷ്യപ്പെടുന്നത്, എന്തിനാണ് ഈ ഓവർ ആക്ട് ചെയ്യുന്നതെന്നുള്ളൊരു ചിന്ത വന്നു തുടങ്ങി. പിന്നെ എൻ്റെ ഹസ്ബൻഡ്, അതായത് രഞ്ജു തന്നെ പറഞ്ഞു, നീ എന്തൊക്കെയാ ഈ കാട്ടി കൂട്ടുന്നത്, നിനക്ക് എന്നതാ പറ്റി, നീ എന്തിനാ എല്ലാവരോടും ദേഷ്യപ്പെടുന്നത്? കാരണം അവരെല്ലാവരും മാക്സിമം എൻ്റെ ഇഷ്ടത്തിന് നിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കാരണം ഇപ്പം ഇങ്ങനെ ചെയ്താൽ എനിക്ക് ചിലപ്പോൾ ദേഷ്യം വരുമെന്ന് വിചാരിച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്ത് അതായത് ഒരു ഹസ്ബൻഡും അവരുടെ ഫാമിലിയും എത്രത്തോളം വന്ന് കയറിയ മരുമകൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാവോ അതൊക്കെ കഴിഞ്ഞ് അവരെനിക്ക് വേണ്ടി ചെയ്തു. അങ്ങനെയൊക്കെ ചെയ്തിട്ടും എനിക്ക് ഒരു സ്നേഹവും ആരോടുമില്ല, ഒരു അഫക്ഷനും എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ കൊച്ചുമായിട്ട് പോലും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും. പിന്നെ ഉണ്ടായിരുന്ന ഒരു സിംറ്റം എന്ന് പറയുന്നത് വെറുതെ കരച്ചിലെന്ന് വെച്ചാൽ എക്സ്ട്രീംലി ഇങ്ങനെ നമ്മൾ ഏങ്ങലടിച്ച് കരയത്തില്ലേ, അങ്ങനെ കരയാൻ തുടങ്ങി. ഒരു കാരണവും ഇല്ലാതെ. ചിലപ്പോൾ ഒന്ന് ചിരിച്ച് സന്തോഷമായിട്ട് എന്തെങ്കിലുമൊക്കെ കോമഡി ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുമോ, ഇല്ല മൂവി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ ഞാൻ കരയാൻ തുടങ്ങി, ഒരു കാര്യമില്ലാണ്ട്. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കുറച്ച് മാസങ്ങളായ അപ്പോൾ വന്നിട്ട് എൻ്റെ വീട്ടിലേക്ക് ഞാനും മൂത്ത കുട്ടിയും ചെറിയും ഒക്കെ കൂടെ ഞങ്ങൾ പോവുക. അപ്പോൾ പോയി തിരിച്ച് വന്നു. അപ്പോൾ നമ്മൾ കാറിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല ലൗഡായിട്ട് തന്നെ സോങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള മൊമെൻറ്റിൽ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഒരു 2-3 സെക്കൻഡ് കൊണ്ട് എൻ്റെ തലയിലേക്ക് വരുന്നൊരു തോട്ട് എന്താ അറിയോ, ഈ കാർ ഇപ്പോൾ ആക്സിഡൻ്റ് ആയി, ഞാൻ ഒഴികെ ബാക്കി എല്ലാവരും എന്നെ വിട്ട് പോയി ഞാൻ എന്നിട്ട് രഞ്ജുവിൻ്റെ വീട്ടിലാണ്. എന്നിട്ട് കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ പാരൻസ് അവിടുന്ന് എൻ്റെ വീട്ടിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നു. അപ്പം ഞാനിങ്ങനെ ഡ്രസ്സൊക്കെ എടുക്കുന്നു, ഞാൻ തിരിഞ്ഞു നോക്കുന്നു, അച്ചായനെ അമ്മച്ചിനെ നോക്കുന്നു, കരയുന്നു. ഇതെല്ലാം ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നത് ഒരു 5-6 സെക്കൻഡിൻ്റെ ഉള്ളിൽ ഇത്രയും സംഭവങ്ങൾ എൻ്റെ തലയിൽ കൂടെ മറിഞ്ഞു. അത് കഴിഞ്ഞത് ഞാൻ കരയാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് ഹെവി ആയിട്ട് അങ്ങ് കരയാൻ തുടങ്ങി. അത്ര ഹാപ്പി ആയിരുന്നൊരു മൊമെൻറ്റിൽ നിന്ന് കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ ഞാനിരുന്ന് കരയാൻ തുടങ്ങി. അപ്പം ഞാൻ ആലോചിച്ച് കൂട്ടിയത് ഇതാണ്. എന്തുകൊണ്ട് ആ ചിന്ത വന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇതൊരു എക്സാമ്പിൾ മാത്രം പറഞ്ഞാൽ, ഇതേപോലെ ഭയങ്കര വേഴ്സ്റ്റായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് തിങ്കിങ്ങും ഒരുപാട് കാര്യങ്ങളും ലൈഫിൽ സംഭവിച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് തന്നെ കാര്യം മനസ്സിലായി, കാര്യങ്ങൾ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ഒരു ഡോക്ടറെ കാണണം. സോ സാധാരണ ഡോക്ടറല്ല, ഒരു സൈക്യാട്രിസ്റ്റിനെ കാണണം എന്ന് ഞാൻ രഞ്ജുവിനോട് പറഞ്ഞു. അപ്പോഴത്തേക്കും രഞ്ജു കുറച്ചുകൂടെ പ്രിപ്പയർഡ് ആയിരുന്നു. കാരണം പുള്ളി നമ്മുടെ ഇപ്പോൾ ലൈഫിലോ ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫിസിക്കലോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ, ഗൂഗിൾ എടുത്ത് നോക്കാം. സോ സ്വാഭാവികമായിട്ടും പുള്ളി ഇതൊക്കെ നോക്കിയപ്പോൾ സംഭവം മനസ്സിലായി, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആണെന്നുള്ളത്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ആഴ്ചകളൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ ആ സമയത്ത് വയനാട്ടിലാണ് കേട്ടുള്ളത്, ബാംഗ്ലൂരിലേക്ക് പോന്നിട്ടില്ല. സോ വയനാട്ടിൽ തന്നെയുള്ള സൈക്യാട്രിസ്റ്റ് ഏതാണെന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കി. എന്നാൽ ഭ്രാന്ത് വന്നെങ്കിൽ മാത്രമേ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണാൻ പറ്റൂ എന്ന് വിചാരിക്കുന്നവരാണ് നമ്മളിൽ പലരും. സോ അതുകൊണ്ട് തന്നെ ആരോടും ഒന്നും ഷെയർ ചെയ്തില്ല. രഞ്ജു പറഞ്ഞു നമുക്ക് ഒരു സൈക്യാട്രിസ്റ്റിനെ കാണാമെന്ന് പറഞ്ഞിട്ട് വയനാട്
കൽപ്പറ്റയിലുള്ള സൈക്കാട്രിസ്റ്റിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, കൽപ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു സൈക്കാട്രിസ്റ്റിനെ പോയി കണ്ടു. പുള്ളി എന്നോട് എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പം എനിക്കതെന്തോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ട്. രഞ്ജു കാര്യം പറഞ്ഞു, ഇന്നതൊക്കെയാണെന്ന് പറഞ്ഞു. പുള്ളി എന്നോട് പറഞ്ഞു ഓക്കെ ഇനി താങ്കൾ പറയുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം, എന്നോട് യെസ് അല്ലെങ്കിൽ നോ എന്ന് മാത്രം പറഞ്ഞാൽ മതി, എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ടാന്ന്. പുള്ളി കുറേ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. യെസ് ഓർ നോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ഒരു ചില കാര്യത്തിൽ ഇപ്പം യെസ് പറഞ്ഞെങ്കിലും എനിക്ക് അതിൻ്റെ കൂടെ പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തുകൊണ്ടാണ് യെസ് എന്നുള്ളത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമായിരുന്നു. അതിനെന്നെ പുള്ളി സമ്മതിച്ചില്ല. റേഡിയോ പോലെ ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി, ഇങ്ങോട്ടൊന്നും പറയണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു പുള്ളിക്ക്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പേര് ഞാനിപ്പോൾ പറയാത്തത്. എന്നിട്ട് പുള്ളി എൻ്റെ വിധി എഴുതി. എനിക്ക് ബൈപോളാർ ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അസുഖമാണെന്നും എനിക്ക് 6 മാസമെങ്കിലും മരുന്ന് കഴിക്കണം എന്നുള്ളതും പുള്ളി അങ്ങ് വിധി എഴുതി. എന്നിട്ട് ഇത്രയും ഒരു പേജ് നിറച്ച് അതിൻ്റെ അപ്പുറവും ഇപ്പുറവും എനിക്കുള്ള മരുന്നുകൾ എഴുതി. ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോവുകയാണെങ്കിൽ പോലും ഈ മരുന്ന് കഴിക്കേണ്ട ഒരു അവസ്ഥയിലൊക്കെയാണ് ഞാനുള്ളത് എന്നുള്ളതൊക്കെ എനിക്ക് പിന്നെ ഒരു ഷോക്കായി. രഞ്ജ പറഞ്ഞു എനിക്കെന്തോ അത്ര കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല. അതെൻ്റെ അഭിപ്രായമായിരുന്നു. എനിക്ക് അത്ര കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല. കാരണം പുള്ളി ഒന്നാമത് എനിക്കങ്ങ് പറയാനുള്ളത് പറയാൻ വിടുന്നില്ല. പുള്ളി തന്നെ കാര്യങ്ങളെല്ലാം അങ്ങ് തീരുമാനിക്കുന്ന ആ ഒരു മോഡിലായിരുന്നു മൊത്തം കോൺവെർസേഷൻ. എന്നിട്ട് രഞ്ജു പറഞ്ഞു നമുക്ക് മെഡിസിൻസ് എന്തായാലും ഇപ്പോൾ വാങ്ങണ്ട, നമുക്ക് ഒരു ഡോക്ടറെ കൂടെ കണ്ടിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്നായിരുന്നു നമുക്ക് ബാംഗ്ലൂരിലേക്ക്, അതായത് വർക്ക് നമ്മൾ പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ബാംഗ്ലൂരിലേക്ക് വരണം, ആഴ്ചയിൽ 2-3 ദിവസം വെച്ചിട്ട് ഓഫീസിൽ പോകണം എന്നുള്ളൊക്കെ സംഭവം വന്നപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കെന്നാൽ ബാംഗ്ലൂർ തന്നെ ആരെങ്കിലും കൺസൾട്ട് ചെയ്യാന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ ആ സംഭവം നമ്മളോട് കുറച്ച് നാൾ പെൻഡിങ്ങിലാക്കി വെച്ചു. പിന്നെ ബാംഗ്ലൂരിലേക്ക് പിന്നെയും നമ്മൾ തിരിച്ചു വന്നു. അതായത് ഇത്രയും നാളുണ്ടായിരുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറിയതിൻ്റെ ആവാം കുറച്ച് ബെറ്റർ ആയിട്ട് എനിക്ക് തന്നെ തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞു, എൻ്റെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പ്രത്യേകിച്ച് ചികിത്സയോ കാര്യങ്ങളോ ഒന്നും വേണ്ടാതെ തന്നെ ഞാൻ അതിൽ നിന്നൊക്കെ പുറത്ത് വന്നു എന്നൊക്കെ സമാധാനമായിട്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ, അധികം സമാധാനിക്കാനൊന്നും വിട്ടില്ല, പെട്ടെന്ന് തന്നെ അതിൻ്റെ അടുത്ത എപ്പിസോഡ് ഉണ്ടായി. അപ്പോഴും ഇതൊക്കെ നടക്കുമ്പോഴും എനിക്ക് ചെറിയായിട്ടുള്ള കണക്ഷൻ അപ്പോഴും ഉണ്ടായിട്ടില്ല. ഒരു എക്സാമ്പിൾ പറയാം. കൊച്ച് എൻ്റെ കൺമുമ്പിൽ കൊച്ച് വീണ ഉടനെ ആ കൊച്ച് എന്നെ നോക്കിയിട്ട് എടുക്കാനായിട്ട് ഭയങ്കര വാവിട്ട് കരയാണ്. എന്നിട്ട് എന്നെ നോക്കുവാണ്, ഞാനതിനെ എടുക്കുമെന്ന് വിചാരിച്ച്. ഞാൻ അങ്ങനെ സ്തംഭിച്ച് നിൽക്കും. അവിടെ നിൽക്കുമല്ലാണ്ട് ആ കൊച്ച് വീണു എന്നുള്ളതിൻ്റെ ഒരു അതെനിക്ക് അതിൻ്റെ ഉള്ളിലോട്ടങ്ങ് പോകുന്നില്ല. ഞാൻ ആ കൊച്ചിനെ എടുക്കണം, അതൊന്നും എനിക്ക് എൻ്റെ തലയിലേ ഇല്ല. ഞാൻ അത് നോക്കി നിൽക്കുകയാണ്. എന്തോ ഒരു കാഴ്ച കാണുമ്പോൾ ഞാൻ നോക്കി നിൽക്കുകയാണ്. ഇതേപോലത്തെ കുറച്ചധികം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കൊച്ചുമായിട്ട്. അതൊക്കെ എനിക്ക് റീകളക്ട് ചെയ്യുമ്പം ഇപ്പോഴും ആ ഒരു ഗിൽറ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതിങ്ങനെ കുത്തും, ഭയങ്കരമായിട്ട് കുത്തും. ഒരു അമ്മയ്ക്ക് അത് മനസ്സിലാവത്തുള്ളൂ. അതായത് അതങ്ങനെയാണ്. നമ്മളെവിടെയോ പറഞ്ഞു നിർത്തിയ ബാംഗ്ലൂർ വന്ന് കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ബാംഗ്ലൂർ വന്നിട്ട് കുറേ കൂടി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നി ഒരു സൈക്കാട്രിസ്റ്റ് അല്ല ഒരു തെറപ്പിസ്റ്റിനെ കാണണം എന്നുള്ളത്. ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം ഈ ഒരു അവസ്ഥയിൽ കൂടെയൊക്കെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു തെറപ്പിസ്റ്റിനെ കാണണം. അപ്പം അവരുടെ കയ്യിൽ ഒതുങ്ങുന്ന സംഭവമാണെങ്കിൽ അവർ നമ്മളെ ട്രീറ്റ് ചെയ്ത് ശരിയാക്കിക്കോളും. പല സെഷൻസും ആവശ്യമാണ്. അല്ല, ഇതിനൊരു മെഡിക്കൽ, അതായത് ഒരു ഡോക്ടറിൻ്റെ ആവശ്യമുണ്ട്, ഇതൊരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തേക്കുള്ളതാണെങ്കിൽ അവർ നമ്മളെ അതേ രീതിയിൽ റീഡയറക്റ്റ് ചെയ്ത് ഒരു സൈക്കാട്രിസ്റ്റിനെയാണ് നിങ്ങൾ കാണേണ്ടത് എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരും. ഈ തെറാപ്പിസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നമ്മുടെ സാധാരണ ഡോക്ടേഴ്സിനെ പോലെ ഒന്നുമല്ല. എൻ്റെ ഒരു നല്ല ഭാഗം സേവിങ്സും പോയത് ആ വഴിക്കാണ്. അതായത് 1 മണിക്കൂറിന് 2000 തൊട്ട് 2500 രൂപ വരെയാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്ന തെറപ്പിസ്റ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്, ഒരേ ഒരു മണിക്കൂറിന്. ആ 1 മണിക്കൂർ ഇനിയിപ്പോൾ ഒരു 1.25 മണിക്കൂർ ആകുവാണെങ്കിൽ ആ റേറ്റ് കൂടും. ഓക്കെ, അങ്ങനെ അതും പിന്നെ ഇപ്പം നമ്മൾ ഒരു ഡോക്ടറെ കാണുന്നു, അവർ നമുക്കതിൻ്റെ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് നമ്മുടെ അസുഖം മാറുന്നു. അതല്ല ഇവിടെ നടക്കുന്നത്. ഈ തെറപ്പിസ്റ്റിൻ്റെ ഒരു സെഷൻ കഴിയുന്നു, പല സെഷൻസ് വരുന്നു, 10, 11, 15, 20 സെഷൻസ് ഉണ്ടാവും നമുക്ക്. അത് ഡിപ്പെൻസ് ഓൺ നമ്മുടെ കണ്ടീഷൻ അനുസരിച്ചാണ്. കുറച്ചൊരു സ്റ്റേജൊക്കെ എത്തിക്കഴിഞ്ഞപ്പം എനിക്ക് തന്നെ തോന്നി തുടങ്ങി, അതായത് എനിക്കൊരു വിശ്വാസമില്ലായ്മ വന്നു. അതായത് ഇനിയിപ്പോൾ ആർക്കും എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു വിശ്വാസമില്ലായ്മ. എൻ്റെ കരച്ചിലൊക്കെ തകൃതിയായിട്ട് നടക്കുന്നു. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിലുണ്ടല്ലോ, ഒരു ദിവസം രാത്രിയിൽ ഇതേ ബെഡിൽ കേട്ടോ കിടന്നിട്ട് ഒരു 11 മണി 12 മണി ആയിക്കാണും. ഞാൻ രഞ്ജുനോട് പറയുന്നത്, നീ ഇപ്പോൾ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. അതായത് നീ ഉറങ്ങുന്നതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നല്ല, ഞാൻ എന്തായാലും ആത്മഹത്യ ചെയ്യും. നീ ഇങ്ങനെ കാവലിരുന്നിട്ട് കാര്യമൊന്നുമില്ല, നീ എപ്പോൾ ഉറങ്ങുന്നോ അപ്പം ഞാൻ സൂയിസൈഡ് ചെയ്യും എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കണേ അവൻ്റെ ഒരു മാനസികാവസ്ഥ. ഞാൻ പറയട്ടെ,
നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ ഒരു 100 ഇരട്ടിയാണ് ഇതെല്ലാം നമ്മുടെ ഈ അവസ്ഥ കണ്ടുകൊണ്ട് നമ്മുടെ കൂടെയുള്ള പാർട്ട്ണറോ ഇല്ല നമ്മുടെ പാരൻസോ അനുഭവിക്കുന്നത് കേട്ടോ. രഞ്ജു ഈ കട്ടിൽ ഇവിടെ താഴെ നിലത്തിരുന്നിട്ട് ഉറക്കമളച്ചിരിക്കുക. അതായത് അവൻ ഉറങ്ങിപ്പോയി അവൻ്റെ ശ്രദ്ധയൊന്നും മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളത്. എന്നിട്ട് അവൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാത്റൂമിൽ, നമ്മുടെ ഈ റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, ബാത്റൂമിൽ പോയിട്ട് എൻ്റെ ഫേസ് റേസേഴ്സൊക്കെ ഇല്ലേ അതെല്ലാം എടുത്തു മാറ്റി, ആ ബ്ലേഡ് അങ്ങനത്തെ സംഭവങ്ങൾ അതെല്ലാം എടുത്തു മാറ്റി പുറത്ത് കൊണ്ടുവച്ചു. എന്നിട്ട് പുള്ളി തിരിച്ച് വന്ന് നിലത്തിരിക്കുക. എനിക്ക് കാവലിരിക്കുകയാണ്. പുള്ളിക്ക് ഉറക്കം തൂങ്ങുന്നുണ്ട്. ഒരു 1 മണി 1:30 ആയപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഉറക്കം വരുന്നുണ്ട്. ഉറക്കം വരുമ്പോൾ കാപ്പി ഉണ്ടാക്കി കുടിച്ചുകൊണ്ടിരിക്കുക. എനിക്കറിയില്ല അന്നത്തെ രാത്രി അവൻ എത്രത്തോളം കാപ്പി കുടിച്ചു എന്നറിയത്തില്ല. ഞാൻ ഒന്ന് മയങ്ങും പിന്നെ എണീക്കും, ഒന്ന് മയങ്ങും എണീക്കും, അങ്ങനെ എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു. പിന്നെ എൻ്റെ ജോലിയിലൊക്കെ ഞാൻ തിരിച്ചു കയറി. പക്ഷേ അവിടെ എനിക്ക് ആ കാര്യത്തിലൊക്കെ ഞാൻ ഭയങ്കര ഇതാണ് കേട്ടോ. അതായത് എൻ്റെ ജോലിയിൽ ഇതൊന്നും റിഫ്ലക്റ്റ് ആവാൻ പാടില്ല എന്നുള്ള നിർബന്ധം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അവിടെയും കയ്യിൽ നിന്ന് പോയി. ഇതൊക്കെ പയ്യെ ജോലിയിൽ റിഫ്ലക്റ്റ് ആവാൻ തുടങ്ങി. നമ്മുടെ സബോർഡിനേറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, എൻ്റെ എല്ലാ റിപ്പോർട്ടീസുമായിട്ട് ഞാൻ ഭയങ്കര ക്ലോസ് ആണ്. എല്ലാവരും എന്നോട് പറയും ഞാൻ ഒരിക്കലും ഒരു മാനേജർ വൈബ് കൊടുത്തിട്ടില്ല, എപ്പോഴും ഒരു ഫ്രണ്ടിനെ പോലെയാണെന്നുള്ളത്. അതൊക്കെ ഞാൻ അങ്ങ് മാറ്റി എഴുതി ഒരു പക്കാ ടിപ്പിക്കൽ മാനേജറായി. ഇനി അങ്ങോട്ടുള്ള കഥ ഞാൻ വളരെ ചുരുക്കി പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോരടിക്കും കേട്ടോ. അപ്പോൾ പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് തെറാപ്പിസ്റ്റുകൾ മാറി വന്നു. മാറ്റം ഉണ്ടായില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല, മാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പക്ഷെ ഇതങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് പുറത്തു വരാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം ഡെലിവറി കഴിഞ്ഞിട്ടാണെങ്കിലും ഇത്രയധികം മാസം, അതായത് രണ്ടാമത്തെ വർഷം കഴിയാനായി. ഇതിൻ്റെ ഇടയ്ക്ക് രേഖി ഹീലിംഗ് എന്ന് പറയുന്നൊരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ആ സമയത്താണ് കേൾക്കുന്നത്. അത് എനിക്ക് എൻ്റെ ഓഫീസിലുള്ള വളരെ വേണ്ടപ്പെട്ട ഒരാൾ, അയാളുടെ ഭാര്യ ചെയ്യുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അതൊരു പ്രൊഫഷനായിട്ടൊന്നുമല്ല, പുള്ളിക്കാരി പഠിച്ചു. അത് എൻ്റെ അവസ്ഥ അറിഞ്ഞപ്പോൾ പുള്ളിക്കാരി എനിക്ക് വേണ്ടി അത് ചെയ്തു. അതൊക്കെ എനിക്ക് കുറേ റിലീഫ് തന്നിട്ടുണ്ട്. പക്ഷെ ഒന്നിനും എന്നെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റിയില്ല. വേറൊരാൾ റെഫർ ചെയ്തിട്ട് ഒരു തെറാപ്പിസ്റ്റിനെ പോയി കണ്ടു. ഭയങ്കര തുറന്ന പുസ്തകമായിരുന്നു എല്ലാവരുടെ അടുത്തും. പുള്ളിക്കാരി അവസാനം എന്നോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. പുള്ളിക്കാരി 1994 വരെ പോയി. അതായത് അന്ന് ആ വർഷമാണ് ഞാൻ ജനിക്കുന്നത്. അവിടം തൊട്ടുള്ള ആ പുള്ളിക്കാരിന്ന് കാണുന്ന ദിവസം വരെയുള്ള എൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാം പുള്ളിക്കാരി കുറേ ചോദ്യങ്ങൾ ചോദിച്ച് ഉള്ളിലോട്ട് പോയിട്ട് അവസാനം കണ്ടെത്തി. അതായത് എൻ്റെ ചൈൽഡ്ഹുഡിൽ എനിക്കൊരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. ഒരു പെൺകുട്ടിക്കും ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത, പെൺകുട്ടിക്കും ആൺകുട്ടിന്നൊന്നും ഇല്ല, എന്തോ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്. ആ സംഭവം എൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും റൂട്ട് കോസ് എന്ന് പറയുന്നത് എന്നുള്ളത് പുള്ളിക്കാരി കണ്ടെത്തി. സോ എൻ്റെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് എനിക്കൊരു 1 വർഷം 1.5 വർഷം അല്ലെങ്കിൽ ഒരു 2 വർഷത്തെ കാലയളവിൽ പയ്യെ ക്യൂറായി വന്ന സംഭവമാണ്. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നതാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഡെലിവറി കൊണ്ട് മാത്രമല്ല, അല്ലാതെ എൻ്റെ ജീവിതത്തിലുണ്ടായ വേറെ കാര്യങ്ങൾ കൊണ്ടുണ്ടായ ഡിപ്രഷൻ എന്ന് പറയുന്നത്. ആ തെറാപ്പിസ്റ്റ് എന്നെ ഹെൽപ്പ് ചെയ്ത് എൻ്റെ ഈ ഒരു ഡിപ്രഷൻ്റെ കാരണം എന്ന് പറയുന്നത് ഇന്നതാണ് എന്നുള്ളത് കണ്ടെത്തി. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള സെഷൻസ് നടന്നു. ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ചെറിയ ഉണ്ടായിട്ട് ഓഗസ്റ്റ് മന്ത് വരുമ്പോൾ 3 വർഷം, അടുത്ത മാസം 3 വർഷം. സോ ഇപ്പം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന എൻ്റെ ഒരു മെൻ്റൽ സ്റ്റേറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്നൊക്കെ ഞാൻ അനുഭവിച്ച അത്രയും ആ ഒരു എപ്പിസോഡ്സ് വരുന്ന ആ ഒരു ഫ്രീക്വൻസി ഉണ്ടല്ലോ, അതായത് ഇപ്പം 3-4 ദിവസം കൂടുമ്പം ഓരോന്ന് വരുന്നു, ആ സംഭവം ഇപ്പം ഇല്ല. ഇപ്പം ചിലപ്പോൾ മാസങ്ങളൊക്കെ കൂടുമ്പോൾ 1-2 എപ്പിസോഡ്സ് വരാറുണ്ട്. ഇപ്പോഴും ഞാൻ കംപ്ലീറ്റ്ലി ഒരു 80% ഞാൻ അതിൽ നിന്നും പുറത്താണ്. പക്ഷെ ആ 20% ഇപ്പോഴും ഉണ്ട്. അങ്ങനെയുള്ളൊരവസ്ഥ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പറയാൻ പോയത്, ഇതിൻ്റെ ഇടയ്ക്ക് വീട്ടിലിത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് രഞ്ജുവിൻ്റെ പാരൻസിൻ്റെ അടുത്ത്, ഞങ്ങൾ ഉള്ളത് രഞ്ജുവിൻ്റെ പാരൻസിൻ്റെ കൂടെയാണ്. അപ്പം ഒരു പ്രാവശ്യം എന്തോ ഒരു ചെറിയ വളരെ സില്ലി ആയിട്ടുള്ളൊരു കാര്യത്തിന് ഞാൻ എൻ്റെ അച്ചായി എന്ന് പറയുന്നത് രഞ്ജുവിൻ്റെ അച്ഛനുമായിട്ട് ഷൗട്ട് ചെയ്ത് ഡോർ ഇങ്ങനെ അടച്ചു. ഒരിക്കലും എനിക്ക് ഈ ഒരു പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല. പക്ഷെ എൻ്റെ ആ അവസ്ഥ എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചു. അങ്ങനെ ഉണ്ടായി ഞാൻ തന്നെ ആ ഒരു മൊമെൻറ്റ് കഴിഞ്ഞത് എനിക്കത് റിയലൈസ് ചെയ്തു. ഞാൻ പൊട്ടിക്കരയാൻ തുടങ്ങി. എല്ലാമായി. ഞാൻ രഞ്ജുവിനോട് പറഞ്ഞു, നീ ഇത് ഡിസ്ക്ലോസ് ചെയ്യണം, നീ ഇത് അവരോട് കാര്യം എന്താണെന്ന് പറയണം, ഇല്ലെങ്കിൽ അവരെന്നെ വെറുത്ത് അവസാനം അവർക്ക് എന്നെ കാണാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയാവുന്നതാണ്. രഞ്ജു ഇവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം അവർക്കെല്ലാം അറിയാം. ഇപ്പോഴും ഉണ്ടാകുന്ന എൻ്റെ ചില മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. എൻ്റെ ഏറ്റവും വലിയ ലൈഫിൽ ഞാൻ ഇപ്പോഴും ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ടും ഇതേപോലെ ഞാൻ ഇരിക്കുന്നതിൻ്റെ കാരണം ഈ 3 പേരാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പാരൻസ്, അതായത് എൻ്റെ അച്ചായി അമ്മച്ചി, ഇവർ കാരണം മാത്രമാണ്. സോ അങ്ങനെ പോകുന്നു ഇപ്പോൾ ജീവിതം.
എന്നോട് നമ്മൾ ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ കുറേ പേര് പറയാറുണ്ട്, കുറേ മെസ്സേജസ് വരും, ചേച്ചി എങ്ങനെ ഇത്ര പോസിറ്റീവ് ആയിട്ടിരിക്കുന്നു, എങ്ങനെ ഇത്ര ലൈവിലായിട്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ പറയുമ്പോഴും ഞാൻ ഇത്ര ഓഫീസിലും ഇതൊക്കെ തന്നെയാണ് അഭിപ്രായം. അതായത് ഭയങ്കര ലൈവ്ലിയാണ്, എന്തുണ്ടെങ്കിലും ഞാനും കൂടി ഉണ്ടെങ്കിലും ഒരു ഗുമ്മുള്ളൂ എന്ന് പറയില്ലേ, ആ സംഭവമൊക്കെ ആണെങ്കിൽ പോലും ഇപ്പോഴും മിക്ക രാത്രികളിലും കാരണം എന്താണ് എന്നറിയാതെ ഞാൻ കരയാറുണ്ട്. അപ്പോൾ ഓൾ റൈറ്റ്. അപ്പം ഇനി പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇതിൽ നിന്നും എങ്ങനെ ഓവർകം ചെയ്യാൻ എന്നെ സഹായിച്ച ചില കാര്യങ്ങൾ ഞാൻ പറയാം. നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഈ പറയാൻ പോകുന്നതിൽ ഒരു വിശ്വാസവും തോന്നില്ല, ഉറപ്പായിട്ടും തോന്നില്ല. കാരണം എനിക്കിതൊന്നും കേട്ടപ്പോൾ ആദ്യമൊന്നും ഒരു വിശ്വാസം തോന്നിയിട്ടില്ല. പക്ഷേ എനിക്ക് വർക്കൗട്ട് ആയ കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ എപ്പോഴും നമുക്ക് കിടക്കണം, ആ ബെഡിൽ തന്നെ കിടക്കണം. കുളിക്കാൻ ഇഷ്ടമല്ല, പല്ല് തേക്കാൻ ഇഷ്ടമല്ല. ഈ പല്ല് തേക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. എനിക്ക് ഈ ഒരു സംഭവം നല്ല പീക്കിലുണ്ടായിരുന്ന സമയത്ത് ഞാനൊരു ദിവസം പല്ല് തേക്കാനായിട്ട് ബാത്റൂമിൽ പോയിട്ട് എനിക്ക് എൻ്റെ ബ്രഷ് ഏതാണെന്ന് അറിയത്തില്ല. നിങ്ങൾ ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന നമ്മുടെ ബ്രഷ് ഏതാണെന്ന് മനസ്സിലാവുന്നില്ല ഏതാണെന്ന്. ഞാൻ അവിടെ എൻ്റെ ബ്രഷ് ഉണ്ടായിരുന്നു, രഞ്ജുവിൻ്റെ ഉണ്ടായിരുന്നു, ചിക്കുൻ്റെ മൂത്ത കുട്ടീൻ്റെ ബ്രഷ് ഉണ്ടായിരുന്നു. ആ 3 ബ്രഷും എടുത്ത് ഞാൻ റൂമിലോട്ട് വന്നിട്ട് രഞ്ജുവിനോട് പറഞ്ഞു, എടാ എനിക്കിതിൽ എൻ്റെ ബ്രഷ് ഏതാണെന്നൊന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. നിങ്ങൾ ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അന്നത്തെ സാഹചര്യം ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. രഞ്ജുവിനെ ആദ്യം കേട്ടപ്പം രഞ്ജു ഇങ്ങനെ നിന്നു. പക്ഷെ അവനറിയാം, അവന് എൻ്റെ അവസ്ഥ എന്താണെന്ന് പൂർണ്ണമായിട്ട് അറിയാം. അവൻ എന്നോട് പറഞ്ഞു, ഇതാണ് നിൻ്റെ ബ്രഷ്. പിന്നെ അവൻ എന്നോട് അതിനെപ്പറ്റി സംസാരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ പല്ല് തേക്കുമ്പോൾ ഞാൻ കരഞ്ഞോണ്ടാണ് പല്ല് തേക്കുന്നത്. അതൊരു വല്ലാത്ത അവസ്ഥ. അനുഭവിച്ചവർക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അതറിയാം. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടപ്പം ആദ്യം എനിക്ക് ഒരു വിശ്വാസവും ഇല്ലായിരുന്നു. പക്ഷേ വിശ്വസിക്കുക, കാരണം എനിക്ക് വർക്കൗട്ട് ആയതാണ്, ചിലപ്പോൾ നിങ്ങൾക്കും വർക്കൗട്ട് ആയേക്കാം. സോ ആദ്യത്തെ കാര്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിൽ നിന്ന്, അതായത് നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഒറ്റയ്ക്ക് ഇത് നേരിടുന്നതിന് ഒരു പരിധിയുണ്ട്. സോ എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മുടെ പാർട്ട്ണർ ഇത് അറിഞ്ഞിരിക്കണം. പുള്ളിക്ക് അത് മനസ്സിലാകുമോ മനസ്സിലാകില്ലോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. ആദ്യം നിങ്ങൾ ഇതിനെപ്പറ്റി അവരോട് പറയാം. അതേപോലെ തന്നെ നിങ്ങളുടെ പാരൻസ് ആണോ ഇല്ല ഇൻലോസ് ആണോ കൂടെ ഉള്ളത്, അവരോട് ഇത് പറയാം. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ, ഞാൻ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ ഒരു ക്ലോസ് സർക്കിൾ ഉണ്ടാവില്ലേ, നമ്മളെ ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മളെ ജഡ്ജ് ചെയ്യില്ല എന്നുറപ്പുള്ള ആ ഒരു സർക്കിളിനോട്, നമുക്ക് വിശ്വാസമുള്ളവരോട് മാത്രം, അതൊരു 2-3 പേരൊക്കെ ഉണ്ടാവുള്ളൂ, അവരോട് മാത്രം ഇതെല്ലാം ഒന്ന് ഡിസ്ക്ലോസ് ചെയ്യാം. അവർക്ക് നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഒന്നുമില്ലെങ്കിലും നമ്മളെ തെറ്റിദ്ധരിക്കാതെ ഇരിക്കാനെങ്കിലും അത് സഹായിക്കും. സോ അതാദ്യം ചെയ്യാം. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഈ ആത്മഹത്യാ പ്രവണതയൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. അതൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. സോ അങ്ങനെയുള്ളതൊക്കെ വളരെ എക്സ്ട്രീം കേസസ് ആണ് കേട്ടോ. അതുകൊണ്ട് ഒരു ചിക്കു ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ. അപ്പം അതുകൊണ്ട് ഒരു എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പ് അതാണ് ഇരിക്കണം രണ്ടാമത്തെ സ്റ്റെപ്പ്. അതായത് നിങ്ങൾക്ക് ഒരു തെറപ്പിസ്റ്റിനെ ആദ്യം അപ്രോച്ച് ചെയ്യാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ ഹെൽപ്പാണ് ഇതിൽ വേണ്ടത് എന്നുണ്ടെങ്കിൽ അവർ തന്നെ നമ്മളോട് സജസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാം. ഓക്കെ, ഈ സൈക്കാട്രിസ്റ്റിനെ കാണുന്നത് ഭ്രാന്ത് വന്നാൽ മാത്രമൊന്നും അല്ല കേട്ടോ. അതൊക്കെ അങ്ങ് തലേന്നെടുത്ത് കളഞ്ഞേക്കാം. അത് ചെയ്യുക, ഒരു എക്സ്പേർട്ട് അഡ്വൈസ് എടുക്കുക. ഇനി ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ അറിയോ, നമ്മളെ കൂടി ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം എന്താ അറിയോ, സെൽഫ് കെയർ. ആ കട്ടിലേന്ന് ഒന്ന് എണീക്കാൻ ശ്രമിക്കുക. അതാ ഞാൻ പറയാം. ഒന്ന് എണീറ്റ് ഒന്ന് കുളിക്കുക, ബ്രഷ് ചെയ്യുക, നമ്മൾ റുട്ടീനായിട്ട് ചെയ്യുന്ന ബേസിക് ഹൈജീനിന് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഒരു നല്ല ഡ്രസ്സ് എടുത്തിടുക, ചെറുതായിട്ടും വളരെ ബേസിക് ആയിട്ടുള്ളൊരു മേക്കപ്പ് ചെയ്യുക. നമ്മളെ തന്നെ ഒന്ന് പ്രസൻറ്റബിൾ ആക്കിയാൽ തന്നെ ഒരു 30-40% നമ്മൾ ഒരു ഓക്കെ ആയിട്ട് നമുക്ക് തോന്നും. അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സില്ലി ആയി തോന്നിയേക്കാം, പക്ഷേ ഇത് അനുഭവിക്കാത്തവർക്ക് ഇത് കേൾക്കുമ്പം ഇങ്ങനെയൊക്കെയോ എന്ന് ചിരി വരെ വന്നേക്കാം. പക്ഷേ ബെഡിൽ നിന്നൊന്ന് എണീക്കുക, കുളിക്കുക എന്നൊക്കെ പറയുന്നത് ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് വലിയൊരു കാര്യമാണ്, വലിയൊരു ടാസ്ക്കാണ്. ഈ മൃണാൽ തക്കൂർ എന്ന് പറയുന്ന ഹീറോയിൻ ഉണ്ടല്ലോ, പുള്ളിക്കാരിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളിക്കാരി പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത്. എന്താ അറിയോ, നമ്മൾ ഇന്ന് ലോ ആയിട്ട് ഫീൽ ചെയ്യുന്നു, നമ്മളിന്ന് ബെഡിൽ തന്നെ കിടക്കുന്നു. രണ്ടാമത്തെ ദിവസം അങ്ങനെ തന്നെ നമ്മൾ ബെഡിൽ കിടക്കുന്നു. മൂന്നാമത്തെ ദിവസം അങ്ങനെ തന്നെ. നമുക്ക് ചുറ്റുമുള്ള ആരെങ്കിലും ഇത് ബാധിച്ചിട്ടുണ്ടോ? ആരെയും ബാധിച്ചിട്ടില്ല. എല്ലാവരും മുമ്പോട്ട് ജീവിതത്തിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോവാണ്. അവിടെ പെട്ടുപോയത് നമ്മൾ മാത്രമാണ്. അവിടെ എണീക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. അപ്പോൾ
ഇവിടെ നമ്മളെ സഹായിക്കേണ്ടത്, ഏറ്റവും ആദ്യം സഹായിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് ഒന്ന് എണീറ്റ് ഞാൻ പറഞ്ഞ പോലെ സെൽഫ് കെയർ, ഒന്ന് നമ്മളെ തന്നെ ഒന്ന് പ്രസൻറ്റ് ചെയ്ത് നമ്മളൊന്ന് മിററിൽ നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ കുറേയൊക്കെ അവിടെ ബെറ്റർ ആയിട്ട് തോന്നും. ഈ ഡെലിവറി കഴിയുമ്പോൾ എല്ലാവരുടെയും ബോഡി ഷേമിങ്ങും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഞാനും അനുഭവിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു അവസ്ഥയ്ക്ക് നല്ലൊരു മുതൽക്കൂട്ടായിരുന്നു. എല്ലാവരുടെ ഭാഗത്തു നിന്നും, കുടുംബത്തിൽ നിന്ന് വരെ അതിനുള്ള കോൺട്രിബ്യൂഷൻസ് ആവശ്യത്തിൽ കൂടുതൽ കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താ അറിയോ, ഒന്ന് നടക്കാൻ പോവാം. ഒരു 10 മിനിറ്റ് ഒന്ന് നടക്കാൻ പോവാം. അത് ഭയങ്കരമായിട്ടൊരു മാറ്റം ഉണ്ടാക്കും. ഒരു 10-15 മിനിറ്റ് ഒന്ന് നടക്കാൻ പോകും. ഒറ്റയ്ക്കോ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നല്ലത്. അത് വെയിറ്റ് കുറയ്ക്കാനോ ഇല്ലെങ്കിൽ ഫിറ്റ് ആവാനോ ഒന്നിനുമല്ല, മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് ഒന്ന് നടക്കാൻ പോവുക. എന്നെ ഹെൽപ്പ് ചെയ്ത വേറൊരു കാര്യം എന്താ അറിയാം, ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതി തുടങ്ങി ഞാൻ. അതായത് ആ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന എന്താ അറിയാം, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു, എനിക്ക് ആരുമില്ല, എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, എന്നെ ആർക്കും ഇഷ്ടമല്ല, എനിക്കാരും ഇഷ്ടമല്ല, എനിക്ക് ജീവിക്കണം എന്ന് തന്നെ ഇല്ല. ഇതൊക്കെ ഇങ്ങനത്തെ കുറേ തോട്ട്സ് ഉണ്ടാവും. എന്ത് ചെയ്യണമെന്നറിയോ, ഒരു ബുക്ക് എടുത്തിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് എഴുതുക. ഇന്ന് എനിക്ക് സന്തോഷം തന്ന ചിലപ്പോൾ ഒരു കാര്യമായിരിക്കും, ആ ഒരു കാര്യം എഴുതുക. ചിലപ്പം എൻ്റെ പാരൻസിൻ്റെ അടുത്ത് നിന്ന് എനിക്കൊരു കോൾ വന്നു, ഞാൻ ഓക്കെ ആണോ എന്ന് അവർ ചോദിച്ചു. സോ ദാറ്റ് മെയ്ഡ് മീ ഹാപ്പി ടുഡേ, അത് എഴുതുക. ഇല്ലെങ്കിൽ ഇന്നെനിക്ക് എവിടെ നിന്ന് ഒരു ചോക്ലേറ്റ് കിട്ടി, അപ്പം എനിക്ക് സന്തോഷമായി, അത് എഴുതാം. ഇല്ലെങ്കിൽ എനിക്ക് ഫേവറായിട്ട് വീട്ടിലൊരാൾ ഒരു കാര്യം ചെയ്തു, അതെനിക്ക് സന്തോഷം തോന്നി, അങ്ങനെ എഴുതുക. ഇത് എഴുതി തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മുടെ ചുറ്റും ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, നമ്മളതൊന്നും കാണുന്നില്ല എന്നുള്ള കാര്യം. ഈ ഒരു റിയലൈസേഷൻ ഉണ്ടല്ലോ, ഹ്യൂജ് ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും. ട്രസ്റ്റ് മീ ഓൺ ദിസ് വെൻ ഐ സേ. പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യത്തിലേക്ക് മൈൻഡ് ഡൈവേർട്ട് ചെയ്യുക. ഞാൻ ചെയ്തതെന്താ വെച്ചാൽ വായനയിലേക്ക് എൻ്റെ മൈൻഡ് ഡൈവേർട്ട് ചെയ്തു. ഞാൻ വലിയൊരു വായനക്കാരിയോ സംഭവം ഒന്നുമല്ല. പിന്നെ ഞാൻ വായിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഉറക്കം വരാതിരിക്കുമ്പോൾ ഉറക്കം വരാൻ വേണ്ടി വായിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ഞാൻ ഇന്ന് ഒരു പേജെങ്കിലും വായിക്കാത്ത ഒരു ദിവസവും കുറച്ച് മാസങ്ങളായിട്ട് എൻ്റെ ജീവിതത്തിലില്ല. ഞാൻ അത്രയ്ക്ക് ബുക്സ് വായിക്കും. അത് ഭയങ്കര ഒരു ചേഞ്ച്, നല്ലൊരു വളരെ പോസിറ്റീവായിട്ടുള്ള എന്നെ ഹെൽപ്പ് ചെയ്തൊരു സംഭവമാണ്. അതുപോലെ നിങ്ങൾക്ക് ഡ്രോയിങ് ചെയ്യാം, എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാകുന്നത്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞില്ല, വായന എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്തൊന്നും അല്ല, മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ചെയ്ത് ഇത് വർക്കൗട്ട് ആകുമോ എന്ന് അറിയാൻ വേണ്ടി ചെയ്ത് വർക്കൗട്ട് ആയൊരു സംഭവം. അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഇഷ്ടമല്ലെങ്കിൽ പോലും ചെയ്തു തുടങ്ങാം. അത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കുറേ മോട്ടിവേഷൻ ഉള്ള കുറേ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കേൾക്കാം. ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുക, മനസ്സുണ്ടായിട്ടല്ല, പക്ഷെ ഒരു സ്റ്റെപ്പ് ഫോഴ്സ്ഫുള്ളി നമ്മൾ പുഷ് ചെയ്ത് എടുത്ത് വെക്കുക. അവിടെ നിന്ന് മാറ്റം ആരംഭിക്കും. ഇനി ഈ പറഞ്ഞ കാര്യത്തിനെ കഴിഞ്ഞൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താ അറിയോ, നമുക്കിപ്പോൾ ഉള്ളത് ഒരു രോഗമല്ല, ഇതൊരു അവസ്ഥ മാത്രമാണ്. ഇത് പെർമനൻ്റ് ആയിട്ട് എൻ്റെ ജീവിതം ഞാൻ മരിക്കുന്നോളം വരെ എൻ്റെ കൂടെ വരുന്ന സംഭവമൊന്നും അല്ല. എനിക്ക് ഇന്ന കാരണം കൊണ്ട് ഒരു കുട്ടിക്ക് ജന്മം കൊടുത്തതിന് ശേഷം എൻ്റെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് കാരണം ഉണ്ടായ ഒരവസ്ഥയാണ് എന്നുള്ളതൊന്ന് അക്സെപ്റ്റ് ചെയ്യാം. അതിനുവേണ്ടി എൻ്റെ ഭാഗത്തുനിന്ന് എന്തെല്ലാം എഫേർട്ട് ഇടാൻ പറ്റും എന്നുള്ളത് ആലോചിച്ച് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. നമുക്ക് ഉറപ്പായിട്ടും മാറ്റങ്ങളുണ്ടാവും. പിന്നെ ഇതിൽ നിന്ന് നമ്മൾ പുറത്ത് വരാനുള്ള സമയം നമ്മൾ ആ സമയം കൊടുക്കുക. സോ ഈ ഒരു അവസ്ഥ അക്സെപ്റ്റ് ചെയ്യുക, ഇതിൽ നിന്നും നിങ്ങൾ പുറത്ത് വരൂ എന്നുള്ള സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആൾ റൈറ്റ്, അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ. എല്ലാം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം എൻ്റേതായ വളരെ പേഴ്സണലായിട്ടുള്ള എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്കൊരു പരിധിയുണ്ട്. പക്ഷേ കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ കണ്ട് ഇവിടെ വരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിരുന്നു, ലോങ് വീഡിയോ ആണെന്ന് എനിക്കറിയാം, കണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് നന്ദി. നമുക്കെന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. ഇൻസ്റ്റാഗ്രാം ഹാൻഡിലും ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ കണക്ട് വിത്ത് മീ ഇൻ ഇൻസ്റ്റാഗ്രാം ഓൾസോ. പിന്നെ കാണാം. ബൈ.